സ്നേഹപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ സിയ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എമ്പതിയാണ്. പണ്ട് ഉമ്മൻചാണ്ടി തൻ്റെ പിതാവിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അലഞ്ഞു നടന്നൊരു കുട്ടിക്ക് വേണ്ടി ചട്ടം ഭേദഗതി ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് ശ്രീ ശിവൻകുട്ടി ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് വെറുതെ പരസ്പരം തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം നമ്മൾ തമ്മിലുള്ള ഡിസ്കോസാണ്. ചിലപ്പോൾ നമ്മൾ സംവാദങ്ങൾ വേണ്ടി വരും, നമ്മൾ ചർച്ചകൾ വേണ്ടി വരും. അതിനെല്ലാം അവസാനം ഒരു ഔട്ട്കം ഉണ്ടാവണം. എന്താണ് ഒരു ഔട്ട്കം? ഒരു ഗുണപരമായൊരു മാറ്റം ഉണ്ടാകണം. അത് കേരളത്തിന് പ്രയോജനം ചെയ്യണം. ഈ യുവജനോത്സവം നൽകുന്ന കരുത്തും അനുഭവവും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും പ്രയോജനകരമായി മാറട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ഇത്തരമൊരു വേദിയിൽ കൂടുതൽ സംസാരിക്കുന്നത് അനൗചിത്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ 5 ദിവസക്കാലം നീണ്ടുനിന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവം 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി